അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള വളരെ വലിയ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു അസ്ല് എന്ന് പറയുന്നത്, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹരീമിലെ വചനമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. അപ്പോൾ സ്വന്തത്തെ അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക. ഇസ്ലാമിലെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഇതാണ്. രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ബേസ് ഇതാണ്. നരകത്തിൽ നിന്ന് നമുക്കും രക്ഷപ്പെടണം, നമ്മുടെ മക്കൾക്കും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അത് ഏത് രൂപത്തിലാണ് സാധ്യമാകുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കലാണ് എല്ലാ ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ അമാനത്തിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ചോദിക്കപ്പെടും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യുസ്അല റജുലു അൻ അഹ്ലി ബൈതിഹി. ഒരു വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ് ഖിയാമത്ത് നാളിൽ. ഭാര്യയെ, മക്കളെ, നിങ്ങളുടെ സന്താനങ്ങളെ, അവരെ നിങ്ങളെങ്ങനെയാണ് വളർത്തിയത്, അവരെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്, അവരോടുള്ള അമാനത്ത് നിങ്ങൾ നിർവഹിച്ചോ എന്നത് ഖിയാമത്ത് നാളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, സ്വയം അങ്ങനെ കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്തു ഗാഫിറിൽ കാണാം. അവിടെ ആകാശലോകങ്ങളിൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവുകയും വിചാരണ നിലവിൽ വരാൻ പോകുന്നു എന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ വ അദ്ഖിൽഹും ജന്നാതി അദ്നിനില്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയ്യാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം വഖിഹിമുസ് സയ്യിആത് വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംതഹു വദാലിക ഹുവൽ ഫൗസുൽ അളീം. മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നീ ഇവരെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കണമേ. അവരെയും അവരുടെ ഇണകളെയും
അവരുടെ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും. അപ്പോൾ അവിടെ മലക്കുകൾ പ്രത്യേകം എടുത്തു പറയുന്നത് മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ ഇങ്ങനെ ഒരുമിച്ച് സ്വർഗത്തിൽ പോവുക. വഖിഹിമുസ്സയ്യിആത്ത്, എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ശിക്ഷകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇണകളുടെ കൂടെ, മക്കളുടെ കൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കലും എല്ലാ ഷർറുകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനും സാധിക്കുകയും ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം. അപ്പോൾ ഇതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തു തഹ്രീമിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഖൗല് നമുക്ക് മഷ്ഹൂറാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അല്ലിമൂഹും വഅദ്ദിബൂഹും, മക്കളെ ദീന് പഠിപ്പിക്കുക, മക്കളെ സംസ്കാരം പഠിപ്പിക്കുക. ഇതിലൂടെയല്ലാതെ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇവിടെ അല്ലിമൂഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ഏതാണ്? ഭൗതികമായ വിദ്യാഭ്യാസമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ വിജ്ഞാനം മാത്രമാണ്. വഅദ്ദിബൂഹും എന്ന് പറഞ്ഞിട്ടുള്ള അദബുകൾ, ആ അദബുകൾ ഇസ്ലാമിൻ്റേതായ അദബുകളുമാകുന്നു. അപ്പോൾ ഇസ്ലാമികമായ വിജ്ഞാനത്തിലൂടെ, ഇസ്ലാമികമായ അദബ് നൽകുന്നതിലൂടെയല്ലാതെ ഒരു നിലക്കും നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമുക്ക് തന്നെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകുമെന്ന്. അപ്പോൾ ഒരാൾക്ക് ഖൈർ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടയാളം എന്നത് മതപരമായ അറിവാണ്. മതപരമായ അറിവില്ലാത്ത ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സന്താനത്തിൽ യാതൊരു ഖൈറുമില്ല. അവർ ഭൗതികമായി എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, വലിയ വലിയ ഡോക്ടേഴ്സ് ആവട്ടെ, എൻജിനീയർമാരാവട്ടെ, മറ്റു ജോലികൾ ചെയ്യുന്നവരാകട്ടെ, ദീനീ വിജ്ഞാനം അവർക്കില്ലേ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി, അവരുടെ ജീവിതം നിഷ്ഫലമായി. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം സ്വയം മതബോധമുള്ളവരായി തീരണം. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകുകയും വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും. ഈ ഒരു ബോധം മുസ്ലിം മാതാപിതാക്കൾക്ക്, മുസ്ലിം രക്ഷിതാക്കൾക്കുണ്ടാകണം. മതപരമായ അറിവ് നേടലും അത് മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഒരു കാരണവശാലും അലസതയോ മടിയോ നമ്മെ പിടികൂടാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, മതപരമായ ആ വിജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കുന്ന സ്രോതസ്സ് ഏതാണ്, അതിനെക്കുറിച്ചും വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. സൂറത്തു നിസായിലെ 113 അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ വമ്പിച്ച അനുഗ്രഹം നബിയെ താങ്കൾക്ക് തന്നിരിക്കുന്നു. വമ്പിച്ച അനുഗ്രഹം അതാണ് വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. അല്ലാഹു താങ്കൾക്ക് വമ്പിച്ച ഒരു നിഅമത്ത് തന്നിരിക്കുന്നു. ഏതാണ് ആ വമ്പിച്ച നിഅമത്ത്? അൽ കിതാബ് വൽ ഹിക്മ, ഖുർആനും സുന്നത്തുമാണ്. അവിടെ അൽ ഹിക്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയ സുന്ന, അത് സുന്നത്താണ്. അപ്പോൾ ഖുർആനും സുന്നത്തുമാണ്, ഈ പാഠപുസ്തകമാണ് ഏറ്റവും വലിയ ഫദ്ല്. നാം വായിക്കുന്ന, നാം പഠിക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഓരോ സ്റ്റാൻഡേർഡുകളിലേക്കും പഠിക്കാൻ വേണ്ടി നാം പല നിലക്കുമുള്ള പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നിലകൊള്ളുന്നത്
പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ രക്ഷപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരു വീട്ടിൽ ഖൈറുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബം ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു കുടുംബമായി തീരണം. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാൻ ആവശ്യമായ ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ, മദ്രസ സംവിധാനങ്ങളാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ ദീന് പഠിക്കാൻ വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ കാണപ്പെടുന്ന എന്തെല്ലാം അവസരങ്ങളുണ്ടോ, ആ അവസരങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. ഒരു കുട്ടിയും മോശക്കാരനായി ജനിച്ചു വീഴുന്നില്ല. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ശുദ്ധമായ പ്രകൃതിയിൽ കളങ്കമില്ലാത്ത ഹൃദയത്തോടുകൂടി നല്ല മക്കളായിട്ടാണ് അവർ ജനിച്ചു വീഴുന്നത്. എന്നാൽ ഫഅബവാഹു യുഹൗവിദാനി ഔ യുനസ്സിറാനി ഔ യുമജ്ജിസാനിഹി, എന്നാൽ അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ ക്രൈസ്തവനോ മജൂസിയോ ആക്കി തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വിശ്വാസം, ഒരു കുട്ടിയുടെ സംസ്കാരം, അവൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ മാതാപിതാക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. മാതാപിതാക്കളുടെ സലാഹിയത്ത്, അവരുടെ നന്മയാണ് മക്കളിലേക്ക് പകർന്നു ലഭിക്കുന്നത്. അവർ എത്ര കണ്ട് മക്കളെ നല്ല നിലക്ക് വളർത്താൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് മക്കൾ വളരും. കാരണം ശുദ്ധമായ ഫിത്രത്തിലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. പിന്നീട് അവർ ഏതെങ്കിലും നിലക്ക് വഴിപിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് തുഹ്ഫത്തുൽ മൗദൂദ് ബി അഹ്കാമിൽ മൗലൂദ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. മക്കളുടെ കാര്യങ്ങളും മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു വതറകഹു സുദൻ ഫഖദ് അസാഅ ഇലൈഹി ഗായതൽ ഇസാഅ. ആരാണോ തൻ്റെ മക്കൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകാതെ അവരുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നത്, മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാണ് എന്ന്. അതിനേക്കാൾ വലിയൊരു ദ്രോഹം വേറെ ഇല്ല. പലരും പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാക്കുന്നത്. ദീനീപരമായ വിജ്ഞാനങ്ങൾ നൽകി മക്കളെ ആ നിലക്ക് വളർത്തിയാൽ അതൊരു നല്ല രക്ഷിതാവിൻ്റെ അടയാളമല്ല എന്നും, മറിച്ച് ഭൗതികമായ വിജ്ഞാനം, ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് ആളുകൾ വിചാരിക്കുന്ന വിജ്ഞാനങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് ഒരു ശരിയായ രക്ഷിതാവായി തീരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ മതവിദ്യാഭ്യാസത്തെ മാറ്റിവെച്ച് ഭൗതിക വിദ്യാഭ്യാസത്തെ തിരഞ്ഞെടുത്ത് അതിന് കൂടുതൽ സമയം, അതിന് കൂടുതൽ പണം, അതിന് കൂടുതൽ അധ്വാനം, അതിന് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സന്നദ്ധത, അതിന് എന്ത് കഷ്ടപ്പാടുകളും സഹിക്കാനുള്ള സന്നദ്ധത രക്ഷിതാക്കൾ കാണിക്കുന്നു. കാരണം അതില്ലെങ്കിൽ ഞാനൊരു നല്ല രക്ഷിതാവല്ല, എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വന്നാലും അത് വലിയൊരു വിഷയമല്ല എന്നുള്ള ഒരു നിലപാടിലാണ് പലപ്പോഴും രക്ഷിതാക്കളുള്ളത്. എന്നാൽ അറിയണം, ഒരു പിതാവ്, ഒരു ഉമ്മ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമെന്ന് പറയുന്നത് അവരുടെ ദീനിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തതാണ്, അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതാണ്. പരീക്ഷയുണ്ടെങ്കിൽ കുട്ടികളെ നേരത്തെ വിളിച്ചുണർത്തുന്ന അതേ ഉമ്മ, അതേ ഉപ്പ സുബൈ നമസ്കരിക്കാൻ കുട്ടിയെ വിളിച്ചുണർത്തുന്നില്ലെങ്കിൽ ആ കുട്ടിയെ ആ ഉപ്പ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുട്ടിയോടുള്ള ബാധ്യത നിർവഹിക്കുന്നില്ല എന്നതാണ് അർത്ഥം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പരീക്ഷയുണ്ടെങ്കിൽ അവനെ വിളിക്കുന്നു, അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നേരത്തെ കിടക്കാൻ സമ്മതിക്കുന്നില്ല, അവനെ നേരത്തെ തന്നെ എഴുന്നേൽപ്പിക്കുന്നു.
എന്നാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മുടെ സമീപനം എന്താണ് എന്ന് പരിശോധിച്ചാൽ നാം എന്തിനു പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഫഖദ് അസാഅ ഇലൈഹി ഗായത്തുൽ ഇസാഅ, മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യമെന്നത് മക്കളുടെ മതപരമായ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതാണ്. വ അക്സറുൽ ഔലാദ് ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബാ വ ഇഹ്മാലിഹിം ലഹും വ തർകി തഅലീമിഹിം ഫറായിദദ്ദീനി വസുനനി. അധിക മക്കളും മോശമായി പോകാനുള്ള കാരണം രക്ഷിതാക്കളാണ്. അധിക മക്കളും മോശമായി പോവാനുള്ള കാരണം രക്ഷിതാക്കളാണ്. അവർക്കാവശ്യമായ ദീനിൻ്റെ ഫറായിലുകൾ, ദീനിൻ്റെ സുനനുകൾ എന്താണ്, ഖുർആൻ അതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു മുസ്ലിം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മുസ്ലിമിൻ്റെ ആദാബുകൾ എന്താണ്, ഒരു മുസ്ലിമിൻ്റെ മറ്റ് ഒട്ടനവധി മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും അവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നേയില്ല. ആ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കുന്നേയില്ല. ഫഅദഊഹും സിഗാറാ ഫലം യൻതഫിഉ ബിഅൻഫുസിഹിം വലം യൻഫഉ ആബാഅഹും കിബാറാ. അങ്ങനെ മക്കളെ ചെറിയ പ്രായത്തിൽ അവർ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഈ മക്കൾ വലുതായാൽ ഈ മാതാപിതാക്കളെയും അവർ നഷ്ടപ്പെടുത്തും. അവർ ശ്രദ്ധിക്കൂല, മാതാപിതാക്കൾ അവർ നോക്കൂല, മാതാപിതാക്കൾ പറഞ്ഞാൽ അവർ അനുസരിക്കുകയില്ല. എന്തുകൊണ്ട്? അവർക്ക് ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ നിങ്ങൾ അവരെ തർബിയത്ത് ചെയ്തില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഒരു പ്രാർത്ഥന, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഞാനും നിങ്ങളും പഠിച്ചു വെച്ച പ്രാർത്ഥനയാണ്, സുപരിചിതമായ പ്രാർത്ഥനയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, നീ അവരോട് കാരുണ്യം കാണിക്കണമേ. റബ്ബിർഹംഹുമാ, പടച്ച റബ്ബേ, എൻ്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണം. മാതാപിതാക്കൾ ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ എന്നല്ല അവിടെ പറയുന്നത്. കമാ റബ്ബയാനി സഗീറാ ഔ സിഗാറാ, ചെറുപ്പത്തിൽ ഞങ്ങളെ എങ്ങനെയാണോ അവർ തർബിയത്ത് നടത്തിയത് അതിനനുസരിച്ച് എന്നാണ്. അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഇദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതിൻ്റെ തോത് അവർ മക്കളെ തർബിയത്ത് നടത്തിയതിൻ്റെ തോതനുസരിച്ചാണ്. അതാണ് കമാ റബ്ബയാനി, എന്നെ പോറ്റി വളർത്തിയതുപോലെ. അവിടെ തർബിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഏതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടുന്ന തർബിയത്ത്? അവരുടെ കൂടെ നിന്നുകൊണ്ട്, അവരുടെ കൈപിടിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അവർക്ക് പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. അത് എത്ര അധികം ഒരു രക്ഷിതാവ് മക്കൾക്ക് നൽകുന്നുണ്ടോ അത്രയും റബ്ബിൻ്റെ കാരുണ്യത്തിന് അവർ അർഹരായിത്തീരും. എത്രമാത്രം അവർ അത് നൽകുന്നില്ലയോ അത്രമാത്രം അള്ളാഹുവിൻ്റെ കോപത്തിനും അവർ കാരണമായിത്തീരും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥമനുസരിച്ച് അതിൻ്റെ ഒരു ഗുണഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ മക്കളെ ഏറ്റവും നന്നായി തർബിയത്ത് നടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലേക്ക് കയറിയാൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അപ്പോഴും വീട്ടിൽ കയറിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുള്ളത് അസ്വല്ലൽ ഗുലാം, ഈ കുട്ടി നമസ്കരിച്ചിട്ടുണ്ടോ? ഇവൻ നമസ്കരിച്ചാണോ കിടക്കുന്നത്? വീട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയുടെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു സദസ്സിൽ ഒരു കുട്ടി തൻ്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാ, കുട്ടി നീ ആദ്യം ബിസ്മില്ല എന്ന് പറ. കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ വകുൽ മിമ്മ യലീക്, നിൻ്റെ അടുത്ത ഭക്ഷണം ദൂരേക്ക് കൈയിടാതെ നിൻ്റെ അടുക്കൽ നിന്ന് നീ കഴിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൃത്യമായ തർബിയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. സദഖയുടെ മുതൽ പ്രവാചകൻ്റെ കുടുംബത്തിന് പാടില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരിൽ ഒരു കുട്ടി ആ സദഖയുടെ ഈത്തപ്പഴത്തിൽ നിന്ന് ഒന്നെടുത്തപ്പോൾ ഉടനെ തന്നെ മക്കളോട് അങ്ങേയറ്റം കാരുണ്യമുണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾ തന്നെ തൻ്റെ ഷോൾഡറിൽ കയറി സുജൂദിൽ അവർ കളിച്ചോട്ടെ, അവർ ആഹ്ലാദിച്ചോട്ടെ എന്ന് കരുതി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ സുദീർഘനേരം സുജൂദ് ചെയ്ത അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
കുട്ടി ഹറാമായൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ വളരെ പരുഷമായ നിലക്ക് തന്നെ ആ വായിൽ കൈയിട്ട് അത് പിടിച്ച് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതാണ് ശരിയായ റഹ്മത്ത്. ശരിയായ തർബിയത്ത് നൽകുക എന്നുള്ളത് തന്നെയാണ് ശരിയായ റഹ്മത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ തർബിയത്ത് ഏറ്റവും ശരിയായ രൂപത്തിലായിരിക്കണം. മഹാന്മാരായ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങളായ ആളുകൾ, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യം മക്കളുടെ ദീനിൻ്റെ കാര്യമായിരുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ മക്കളെ വിളിച്ച് പറയുന്നത് മക്കളെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ള വിശിഷ്ടമായ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ ജീവിക്കുന്നൊരവസ്ഥ മക്കളെ നിങ്ങൾക്കുണ്ടാവരുത്. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടാവരുത്. അതുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ പ്രത്യേകം മുറുകെ പിടിക്കണം എന്ന് ആ പ്രവാചകന്മാർ മക്കൾക്ക് വസിയ്യത്ത് നൽകി. എന്നാൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ മക്കൾക്ക് പ്രേരണ നൽകുന്ന രൂപത്തിലുള്ള സമീപനങ്ങളൊന്നും തന്നെ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം എന്ന മതത്തോട് വൈമനസ്യം മക്കൾക്ക് തോന്നുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് പല രക്ഷിതാക്കൾക്കുമുള്ളത്. ഇസ്ലാമിൻ്റെ വേഷവിധാനത്തോട്, ഇസ്ലാമിൻ്റെ ഹറാമിൻ്റെയും ഹലാലിൻ്റെയുമായ ഒട്ടനവധി അഹ്കാമുകളോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒട്ടനവധി മര്യാദകളോട്, പ്രവാചകൻ്റെ ഹദീസുകളോട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനോട്, സ്വഹാബത്തിൻ്റെയും താബീങ്ങളുടെയും തബഉത്താബീങ്ങളുടെയും മൻഹജിനോടൊക്കെ വിമുഖത കാണിച്ച് ആധുനികതയുടെ പിറകെ പോയി ഏറ്റവും മോഡേണായി എങ്ങനെ ജീവിക്കാമെന്ന് മക്കൾക്ക് കാണിച്ചു കൊടുത്ത് ഇസ്ലാമിനോട് പുച്ഛം തോന്നുന്ന, ഇസ്ലാമിനെ കൈയൊഴിയുന്ന മറ്റു സംസ്കാരങ്ങളാണ് ശരിയായ സംസ്കാരമെന്ന് മക്കൾക്ക് തോന്നുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാവുന്നത്. എന്നാൽ അതല്ല വേണ്ടത്. മറിച്ച് ഇസ്ലാമിൻ്റെ ഗാംഭീര്യം, ഇസ്ലാമിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഫളായിലുകൾ ഓരോന്നോരോന്നായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അതെത്ര ചെറിയ കാര്യമാകട്ടെ, എത്ര നിസ്സാരമായ കാര്യമാകട്ടെ, ആ കാര്യങ്ങളെല്ലാം തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് വിശ്വാസത്തിലെ മൈന്യൂട്ടായ വിഷയങ്ങളായാലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ഒരാളുടെ കീഴിലുള്ള ഒരു അടിമ പെൺകുട്ടിയാണ്. അവൾ ഓടിപ്പോവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവളെ പിടിച്ചു കൊണ്ടുവന്നത്, നബിയുടെ അടുക്കൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പെൺകുട്ടിയെ മോചിപ്പിക്കണമെന്ന് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നേരത്തെ ഇവിടെ ചെയ്തതുപോലെയുള്ള ചോദ്യോത്തരം, അതേപോലെ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇവിടെ 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ആ പെൺകുട്ടിയോട്. എന്താ ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ഞാൻ നിങ്ങളും ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇതെന്ത് ചോദ്യമാണ്? ഇതൊക്കെ ഒരു പ്രസക്തമായ ചോദ്യമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നത് അറിയേണ്ട വല്ല ആവശ്യവും നമുക്കുണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അത് അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബിനെക്കുറിച്ച് അടിമകൾ അറിയുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയണം. ഇല്ല എങ്കിൽ അപകടമുണ്ടാകും. ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത് എപ്പോഴാണ്? തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വിഗ്രഹാരാധന വളരെ എളുപ്പമായി തീരും. അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളിൽ തന്നെ, മുസ്ലിം നാമധാരികളിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു വേള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും പറയുന്നത് അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ സഹോദരങ്ങൾ ചോദിക്കുന്നത് പോലെ എല്ലായിടത്തും അള്ളാഹു ഉണ്ടെങ്കിൽ ഒരു വിഗ്രഹത്തിൽ അള്ളാഹുവിനെ സങ്കല്പിച്ച് ആരാധിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഒരു മരത്തിൽ അള്ളാഹുവിനെ സങ്കല്പിച്ച് ആരാധിക്കുന്നതിന് എന്താണ് പ്രശ്നം? അപ്പോൾ വിഗ്രഹാരാധനയുടെ വളരെ വലിയ കാരണങ്ങൾക്ക് അതിന് കാരണമായി തീർന്നിട്ടുള്ള ഒരു വിഷയം എന്നുള്ളത് ഈ വിഷയത്തിലുള്ള വിശ്വാസ വൈകല്യമാണ്. റഹ്മാനായ റബ്ബ് എവിടെയാണ്? ഫിസ്സമാ. ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, ആകാശലോകത്താണ്. ഫിസ്സമാ, ഉപരിലോകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. രണ്ടാമത്തെ പ്രവാചകൻ്റെ ചോദ്യം, മൻ അന, ഞാൻ ആരാണ്? കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അൻത റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനെയും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ നാം അയക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ റസൂലുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ മഅന ഉലമാക്കൾ 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ 4 പോയിന്റുകളിൽ ഒന്നാമത് പറഞ്ഞത് ത്വാഅതുഹു ഫീമാ അമർ. അപ്പോഴാണ് മുഹമ്മദ് നബി റസൂലാണ് എന്ന് പറയുന്നത് അർത്ഥവത്തായി തീരുന്നത്. പ്രവാചകൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കണം. ഈ തർബിയത്തിലായിരുന്നു സ്വഹാബികൾ അവരുടെ മക്കളെ വളർത്തിയത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മകൻ, ആ മകനോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയാണ്. എന്താണത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, വല്ലാഹി ലനംനഅഹുന്ന, അല്ലാഹുവാണെ ഞങ്ങൾ അവരെ തടയും, പള്ളിയിൽ പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ആ മകൻ്റെ നെഞ്ചത്തൊരടി അടിച്ചിട്ട്, അല്ലാഹുവാണെ മരിക്കുന്നവരെ നിന്നോട് ഞാൻ മിണ്ടൂല എന്നാണ് പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അതിന് നേരെ വിപരീതം പറയുകയോ. എത്ര സ്വഹാബികൾ അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാമോ? അതെന്തിനാണ് ആ നിലപാട് സ്വീകരിച്ചത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ, പ്രവാചകൻ്റെ ചര്യകൾ, പ്രവാചകൻ്റെ സുന്നത്തുകളെ അതിനെ നിസ്സാരമായി കരുതാൻ പാടില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. മുഅ്മിനായ ഒരാണിനോ മുഅ്മിനായ ഒരു പെണ്ണിനോ അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കുട്ടികളുള്ളൊരു സദസ്സിലേക്ക് പോയപ്പോൾ ആ കുട്ടികളിങ്ങനെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ എഴുതുകൊണ്ടുള്ള ഒരു കളി കളിക്കുകയാണ്. ഹദ്ഫ് എന്നാണ് അതിന് പറയുക. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഈ കളി വിലക്കിയിട്ടുണ്ട്, ഈ കളി കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കോട്ടി കളിക്കുക എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു കളിയാണ്. കോട്ടികളിയും അതിൽ പെടുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സദസ്സ് വിട്ടുപോയി. പിറ്റേ ദിവസം വന്നപ്പോൾ അവർ അതേ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നിട്ടും നിങ്ങളത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളോടിനി ഞാൻ മിണ്ടുകയില്ല. നിങ്ങൾ രോഗികളായാൽ നിങ്ങളെ ഞാൻ സന്ദർശിക്കുകയില്ല. നിങ്ങൾ മരണപ്പെട്ടെന്നറിഞ്ഞാൽ പോലും നിങ്ങളുടെ ജനാസയെ ഞാൻ പിന്തുടരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പോയി. എന്തുകൊണ്ട്? റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മുടെ ഉമ്മത്ത് തിരിച്ചറിയണം. അത് ഞാനും നിങ്ങളും അത് ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരു സുന്നത്തിനോടുള്ള നമ്മുടെ സമീപനം കണ്ടാണ് മക്കൾ ആ സുന്നത്തിന് ഗൗരവം കാണുക. ഒരു ഫർളിനോടുള്ള നമ്മുടെ സമീപനം കണ്ടാണ് മക്കൾക്ക് ഫർളിൻ്റെ പ്രാധാന്യം മനസ്സിലാവേണ്ടത്. അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ നമ്മുടെ കണിശത അനുസരിച്ചാണ് കുട്ടികളിലുള്ള അഖീദയും ശരിയായി തീരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, കർമ്മപരമായ വിഷയങ്ങളാകട്ടെ, മറ്റ് ഏത് വിഷയങ്ങളാകട്ടെ, അതൊക്കെ കൃത്യമായി നമ്മുടെ സമീപനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് വളരെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മക്കൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും വലിയ തർബിയത്ത് എന്ന് പറയുന്നത് അതാകുന്നു. മഹാനായ ഇമാം അൽ അഅ്മശ് റഹിമഹുല്ലാ, സുലൈമാൻ ഇബ്നു മെഹ്റാൻ അൽ അഅ്മശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സദാസമയവും മക്കളുടെ കൂടെയായിരുന്നു എന്നാണ്, കുട്ടികളുടെ കൂടെയായിരുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഹഉലാ ഇൽ ഗിൽമാൻ ഹൗലക്, ഈ കുട്ടികൾ എന്തിനാണ് എപ്പോഴും കുട്ടികളുടെ കൂടെ, നിങ്ങൾ എന്തിനാണ് മക്കളുടെ കൂടെ? അദ്ദേഹം പറഞ്ഞു, ഉസ്കുത്, മിണ്ടാതിരിക്കൂ. ഹഉലാ യഹ്ഫളൂന അലൈക അംറ ദീനിക്, നമ്മുടെ മതത്തെ സംരക്ഷിക്കുന്നത് ഈ തലമുറയാണ്. വരാനിരിക്കുന്ന ഒരു തലമുറക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഈ മക്കൾ ദീൻ എന്താണെന്ന് പഠിക്കണം. ദീന് പഠിക്കാത്തൊരു മക്കൾ വളർന്നു വന്നാൽ അവരുടെ മക്കൾക്ക് പിന്നെ ആര് ദീന് പഠിപ്പിച്ചു കൊടുക്കും? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിൽ നിന്നാണ് സ്വഹാബത്തുണ്ടായത്. സ്വഹാബത്തിൻ്റെ ശക്തമായ തർബിയത്ത് കൊണ്ടാണ് താബീങ്ങൾ ഉണ്ടായത്. താബീങ്ങളുടെ ശക്തമായ തർബിയത്തിലാണ് തബൗ താബീങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
അവരെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ മഹാന്മാരായ അഇമ്മത്തുകൾ ഉണ്ടായിട്ടുള്ളത്. ആ അഇമ്മത്തുകളും സ്വാലിഹീങ്ങളുടെയും പിന്തുടർച്ചക്കാരായിക്കൊണ്ടാണ് ഇന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന വളരെ വലിയ ഒരു ത്വായിഫത്ത്, ഒരു സംഘം ലോകത്ത് നിലനിൽക്കുന്നത്. അവരുടെ ആ സനത് നിങ്ങൾ പിറകിലേക്ക് എണ്ണിയാൽ അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരെ എത്തുന്ന രൂപത്തിലുള്ള സനതുകൾ കാണാൻ സാധിക്കും. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ശരിയായ അഖീദയും ശരിയായ കർമ്മങ്ങളും ശരിയായ മൻഹജും മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടായിട്ടുള്ളത്. വരാനിരിക്കുന്ന ഒരു തലമുറക്കും അതേ ഭാഗ്യമുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളുടെ മക്കളെ ദീനീപരമായി വളർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹഉലാഇ യഹ്ഫളൂന അലൈക അംറ ദീനിക്, നമ്മുടെ ദീനിൻ്റെ കാര്യം സംരക്ഷിക്കുന്നത് ഈ കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ശരിയായ അഖീദയും ശരിയായ തൗഹീദും പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കിതാബിൽ തുഹ്ഫത്തുൽ മൗദൂദ് ബി അഹ്കാമിൽ മൗലൂദ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, فإذا كان وقت نطقهم فليلقنوا لا إله إلا الله محمد رسول الله وليكن أول ما يقرأ مسامعهم معرفة الله سبحانه وتوحيده وأنه سبحانه فوق عرشي ينظر إليهم ويسمع كلامهم وهو معهم أينما كانوا وكان بنو إسرائيل كثيرا ما يسمون أولادهم ഇമ്ആൻ വീൽ വമഅന ഹാദിഹിൽ കലിമ ഇലാഹുന മഅന. ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അള്ളാഹു അർശിലാണെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഖുർആനിൽ ഒരു അധ്യായം തന്നെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിലാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് നൽകുന്ന പ്രധാനപ്പെട്ട വസിയത്തുകളിൽ ഒന്ന്, നീ ആകാശലോകത്തോ ഭൂമിയിലോ ഒരു പാറയുടെ ഉള്ളിലോ എവിടെയാണെങ്കിലും ശരി, മിസ്കാല് ദർറത്ത് നീ ചെയ്യുന്ന കർമ്മം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയും പിടികൂടുകയും ചെയ്യും. ബനു ഇസ്രായേലിയർ മക്കൾക്ക് ഇമ്മാനുവേൽ എന്ന് പേരിട്ടിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെയുണ്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മക്കൾക്ക് അങ്ങനെയായിരുന്നു പേരിട്ടിരുന്നത്. അതുകൊണ്ട് ആ പേര് വിളിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നണമെന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, ഞാനവനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന ബോധം അവർക്കുണ്ടാവണമെന്നാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ അവരുടെ ഇണകൾ ഗർഭിണികളായാൽ തന്നെ അവർ ഖുർആൻ ഓതാനും ആ ഖുർആനോത്ത് ഉറക്കെ ഓതാനും അവർ ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണത്? ഗർഭാശയത്തിൽ വെച്ച് മക്കൾക്കൊരു കേൾവിയുണ്ട്. ആ കേൾക്കുന്നത് ഖുർആനാണെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ഖുർആനിനോട് താല്പര്യം ഉണ്ടാകും. വീട്ടിൽ മതപരമായ അന്തരീക്ഷമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനോട് താല്പര്യമുണ്ടാകും. എന്നാൽ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും സംഗീതമാണെങ്കിൽ, സിനിമകളാണെങ്കിൽ, അതേപോലുള്ള കാര്യങ്ങളുള്ള ഒരു അന്തരീക്ഷമാണ് വീട്ടിലെങ്കിൽ അവരങ്ങനെ വളരുള്ളൂ. മാത്രമല്ല, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള നിഫാഖ് ഹൃദയത്തിലുണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സംഗീതവും ഖുർആനും ഒരു മനസ്സിൽ ഒരുമിച്ച് നിൽക്കുകയില്ല. ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ സംഗീതം, മ്യൂസിക്. കാരണം മ്യൂസിക് നിഫാഖിനെ വളർത്തും. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിട്ട് മതി. കുറേ ഗെയിമുകൾ, കുറേ സോഷ്യൽ മീഡിയ, കുറേ അതേപോലുള്ള കാര്യങ്ങൾ, സംഗീതം, അതിൻ്റെ കൂടെ ദീനും ഇങ്ങനെ കൊടുത്താൽ അത് പരാജയമായിരിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു തരം നിഫാഖിനെ അത് വളർത്തുന്നതാണ്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമസ്കരിക്കും, ചിലപ്പോൾ നമസ്കരിക്കൂല, ചിലപ്പോൾ നോമ്പ് നോൽക്കും, ചിലപ്പോൾ നോമ്പ് നോൽക്കാതിരിക്കും, ചിലപ്പോൾ നന്മയിൽ കാണാം, ചിലപ്പോൾ തിന്മയിൽ കാണാം. എന്തുകൊണ്ടാണത്? ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് മക്കൾ ഏറ്റവും നല്ല പ്രകൃതത്തിൽ വളരണമെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയതിൽ നിന്ന് അവരെ തടയേണ്ടതുണ്ട്. അത് ശ്രമകരമായൊരു കാര്യമാണ്. പക്ഷേ കഴിവിൻ്റെ പരമാവധി ആ വിഷയത്തിൽ ശ്രമിച്ചിട്ടില്ലെങ്കിൽ മറ്റു ദീനിൻ്റെ വിഷയങ്ങളോട് വലിയ നിലക്കുള്ള താല്പര്യമില്ലാതെ ചില സന്ദർഭത്തിൽ താല്പര്യം കാണാം, ചില സന്ദർഭത്തിൽ ഉണ്ടാവുകയില്ല. അതിനുള്ള കാരണം ഇത് എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് ലഭിക്കുന്നത് കൊണ്ടാണ്.
അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയാറുണ്ട്, ആദ്യം തഹ്ലിയത്ത് വേണം, പിന്നെയാണ് തഹ്ലിയത്ത് വേണ്ടത്. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഹൃദയത്തെ ശുദ്ധമാക്കണം, എന്നാലേ ഖൈറുകൾ അതിലേക്ക് വരികയുള്ളൂ. നമ്മളൊരു വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ ചീത്ത പെയിൻ്റൊക്കെ നമ്മൾ ഉരച്ചു പോക്കണം, എന്നാലേ നല്ല പെയിൻ്റ് അവിടെ പിടിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചുമരിൽ പെയിൻ്റ് അടിച്ചാൽ പഴയതിൻ്റെ അസറുകൾ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും, പുതിയതിൻ്റെ വലിയ ഭംഗിയും കാണാൻ കഴിയില്ല. പഴയതിനെ നിങ്ങൾ ഇല്ലാതെയാക്കി പുതിയത് അടിച്ചു നോക്കൂ, അപ്പോഴാണ് അതൊരു ഭംഗി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കലിമത്തു തൗഹീദിൻ്റെ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആദർശമായ കലിമത്തു തൗഹീദിൻ്റെ തുടക്കം നിഗേഷനാണ്, പിന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ലാ ഇലാഹ, ഒറ്റ ഇലാഹുമില്ല, സകല ദൈവങ്ങളെയും റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ ആരാധ്യന്മാരും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലല്ലാ, അള്ളാഹുവിനെ അവിടെ സ്ഥാപിക്കുന്നു. എന്നാൽ മറ്റ് ഇലാഹുകളുടെ കൂടെയും അള്ളാഹു ആണെങ്കിലോ അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഒരുപാട് തിന്മകളുടെ കൂടെ നന്മ അല്ല, ആ തിന്മകളെ ഇല്ലാതെ ആക്കിയാലേ നന്മകൾക്ക് സംസ്ഥാപനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ മതപരമായ അന്തരീക്ഷമുണ്ടാവുക, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അദ്കാറുകളും ഹദീസിൻ്റെ ചർച്ചകളുമുള്ള വീടായി തീർന്നാൽ ഇൻഷാ അല്ലാഹ് അതിന് അതിൻ്റേതായ ഒരു ബർക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് സ്ത്രീകളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വദ്കുർന മാ യുത്ല ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് വദ്കുർന മാ യുത്ല ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആനും സുന്നത്തും ചർച്ച ചെയ്യൂ. ഖുർആനും സുന്നത്തും പാരായണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വീടുകളിൽ ഉണ്ടാകണം. മാതാപിതാക്കൾ അതിനോട് താല്പര്യമുള്ള ആളുകളായി തീരണം. അത് കണ്ട് നിശ്ചയമായും മക്കൾ വളരുന്നതാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടനവധി നിലക്കുള്ള തിന്മകൾ വർദ്ധിക്കുകയും എല്ലാ നിലക്കുമുള്ള തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചയച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി പിശാചും പിശാചിൻ്റെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള ശ്രമങ്ങൾ മുമ്പത്തേക്കാളെല്ലാം കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്ന സ്ഥാപനങ്ങൾ പോലും ഏറ്റവും വലിയ തിന്മകൾ പ്രൊമോട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ വ്യാപകമാണ്, മൊബൈൽ ഫോണും അതിലുള്ള ആപ്ലിക്കേഷനുകളും തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ വ്യാപകമാണ്. എല്ലാ തിന്മകളും ഒരാളുടെ പോക്കറ്റിൽ വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ഏത് തിന്മകളിലേക്കും ആർക്കും എവിടെ നിന്നും പ്രവേശിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയ തിന്മയുടെ പ്രലോഭനങ്ങളെയും മറ്റും അതിജയിച്ച് ശക്തമായി മുന്നോട്ട് പോകുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനും ഹദീസും അഖീദയും അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ മുൻഗണന കൊടുക്കേണ്ടത് അഖീദക്കാണ്, വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ്. സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കെ ഞങ്ങളെ ഈമാൻ കാര്യങ്ങളായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്, പിന്നെയാണ് ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നത് എന്നാണ്. ശ്രദ്ധിക്കുക, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഈമാൻ പഠിപ്പിച്ചു, അതിനുശേഷം ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഖുർആൻ പഠിക്കേണ്ടത് എന്നല്ല, മറിച്ച് ഖുർആൻ പോലും പഠിക്കുന്നതിന് മുമ്പ് ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടില്ലെങ്കിൽ, അത്തരമൊരു പഠനം കൊണ്ട് ഉപകാരമില്ലെങ്കിൽ, അപ്പോൾ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ ഈ ഭൗതികമായ മുഴുവൻ കാര്യങ്ങളും തലയിൽ നിറച്ചാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഖുർആൻ പോലും അവർ പഠിച്ചത് ഈമാൻ പഠിച്ചതിന് ശേഷമാണെങ്കിൽ അതല്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? കാരണം പിന്നീട് അത് ഏശുകയില്ല. ഈ അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ അസ്ല് സ്ഥാപിക്കപ്പെടണം ഹൃദയങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന് വമ്പിച്ച പ്രാധാന്യം നൽകാനുള്ള കാരണം അതാണ്. ആഖിറത്തിൻ്റെ വിഷയത്തിന് വമ്പിച്ച പ്രാധാന്യം നൽകാനുള്ള കാരണം അതാണ്. നമ്മുടെ മക്കൾക്ക് ഉലമാക്കൾ പറയുന്നത് 5 വയസ്സ് മുതൽ തന്നെ നിങ്ങൾ അവരെ അഖീദ പഠിപ്പിക്കൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ച് ആ വിഷയത്തിലൊക്കെ ഉലമാക്കൾ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് കിതാബുകളുണ്ട്.
അതൊന്നും വെറുതെ എഴുതപ്പെട്ടതല്ല, അതൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ല. ഖുർആനും ഹദീസും ഉണ്ടായിരിക്കെ പണ്ഡിതന്മാരുടെ കിതാബുകൾ എന്തിനു വേണം എന്നൊരാളും ചോദിക്കരുത്. കാരണം ഈ ഖുർആനിലും ഹദീസിലുമുള്ള വിജ്ഞാനത്തെ ഏറ്റവും ചെറിയ ക്യാപ്സ്യൂളുകളായി സാധാരണക്കാർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഉലമാക്കൾ ഈ മേഖലയിൽ ശ്രമിച്ചിട്ടുള്ളത്. അവർ അംബിയാക്കളുടെ വിറാസത്തുള്ളവരാണ്. അംബിയാക്കളില്ലാത്ത സാഹചര്യത്തിൽ ഈ ഉലമാക്കളെ ചുറ്റിപ്പറ്റിയായിരിക്കണം മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതം എന്നർത്ഥം. ഒരു നബി ജീവിച്ചിരിക്കുമ്പോൾ ആ നബിയോട് മറ്റുള്ള ആളുകൾക്ക് എന്ത് സമീപനമാണോ സമാനമായ സമീപനമായിരിക്കണം ആലിമിങ്ങളോട്. അവർ നബിമാരാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവർ അംബിയാക്കളുടെ വിറാസത്തുള്ളവരാണ്, അംബിയാക്കളിൽ നിന്ന് ഇൽമുള്ളവരാണ്. ആ ഉലമാക്കൾ ചെറിയ പ്രായം മുതൽക്ക് തന്നെ മക്കൾക്ക് എങ്ങനെയാണ് അഖീദ പഠിപ്പിക്കേണ്ടത്, മൻഹജ് പഠിപ്പിക്കേണ്ടത്, ആ വിഷയത്തിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്തരം കിതാബുകളൊക്കെ കണ്ടെത്തുക, അത്തരം സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുക. ചെറിയ പ്രായത്തിലെ മക്കൾക്ക് അത്തരം വിഷയങ്ങളിലുള്ള ഉസൂലുകളിലുള്ള അറിവ് നൽകിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകും. അങ്ങനെ ആ വേര് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അവരെ പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമായിരിക്കുന്നു. മാത്രമല്ല ഇവർ സമൂഹത്തെ നന്നാക്കി തീർക്കുന്ന ആളുകളായി ഇവർ മാറുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ച വളരെ ഗംഭീരമായൊരു പ്രാർത്ഥനയിലുള്ളത് എന്താണ്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമൻ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി എൻ്റെ മക്കളെ മാറ്റണമെന്നാണ്. എൻ്റെ മക്കളെ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുർരിയതി. താങ്കളെ ജനങ്ങൾക്ക് ഇമാമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പറയാണ്, എൻ്റെ മക്കളെയും റബ്ബേ, എൻ്റെ മക്കളെയും ലോകത്തിന് ഇമാമിങ്ങളാക്കണമേ, ലോകത്തിന് മാതൃകയാക്കണമേ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഒരു തലമുറക്ക് വെളിച്ചം നൽകുന്നവരായിത്തീരണം. അധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് എതിരാളികളായി നിന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇരുട്ടിൻ്റെ ശക്തികൾ അവരുടെ ആദർശം അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ അൽ ഫിത്രയുടെ അഖീദയുണ്ടല്ലോ, അതാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ എന്ന് പറഞ്ഞ ദാലിക ദീനുൽ ഖയ്യിം, അതാണ് അദ്ദീനുൽ ഖയ്യിം, അത് ഇസ്ലാമാണ്. അതാണ് മനുഷ്യൻ്റെ ഫിത്രത്തിനോട് യോജിക്കുന്നത്. ആ ഫിത്രത്തിൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളും സംസ്കാരവും സ്വഭാവവുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലുമൊക്കെ നമ്മൾ അവരെ ചേർക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവർ സമൂഹത്തിന് മാതൃകയായി മറ്റുള്ള ആളുകളെ കൂടി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ദാഇകളായി ജനങ്ങൾക്ക് ഇമാമിങ്ങളായി അവർ മാറുക തന്നെ ചെയ്യും. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൻ്റെ ഓഹരി മറക്കണ്ട. ദുനിയാവിൻ്റെ ഓഹരി മറക്കാതെ തന്നെ ഈ മേഖല നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ചെപ്പടി വിദ്യകൾ കൊണ്ടോ കേവലം മിനുക്ക് പണികൾ കൊണ്ടോ നമുക്ക് ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നിശ്ചയദാർഢ്യവും ക്ഷമയും സഹനവും കരുത്തും തൻ്റേടവും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.